കളിക്ക് പുറത്തെ കളികൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ കായിക രംഗം. അതിപ്പോൾ തുടങ്ങിയതല്ല, പണ്ടേ അങ്ങനെയാണ്. കായിക താരങ്ങളെക്കാൾ കായിക ഭരണാധികാരികൾക്ക് പ്രാമുഖ്യം നൽകുന്ന കായിക സംസ്കാരം. കളിക്ക് പുറത്തെ കളിയിൽ ഇത്തവണ പുറത്തായത് PU ചിത്ര എന്ന പെൺകുട്ടിയാണ്. അതിന് കുറ്റമേൽക്കേണ്ടി വന്നതോ നമ്മുടെ PT ഉഷയും. ഞാൻ പോലും അറിയാത്ത എന്നെപ്പറ്റി പല കാര്യങ്ങളും പത്രങ്ങളും TV-കളും ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ വിജയങ്ങളാണ് ആഘോഷിക്കേണ്ടത്, വിവാദങ്ങളല്ല എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ചും വിവാദങ്ങൾ ആഘോഷിക്കുമ്പോൾ നിരപരാധി അതിൽ പെടരുന്നുള്ളതാണ് എൻ്റെ നിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന. അല്ലല്ല, പറയുന്നത് ഒരു പൊതു തത്വമാണ്. അത് അവിടെ നിൽക്കട്ടെ. എങ്ങനെയാണ് PU ചിത്ര ടീമിൽ നിന്ന് പുറത്തായത്? ഈ ചിത്രയ്ക്ക് വേണ്ടി ഈ ചിത്ര നല്ല കുട്ടിയാണ്. പ്രത്യേകിച്ച് അവരെ സൂചിപ്പിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊട്ടടുത്തുള്ള ക്വാളിഫിക്കേഷൻ മാർക്കിന്റെ തൊട്ടടുത്ത് പെർഫോമൻസുള്ള ആൾക്കാരെയാണ് പരിഗണിക്കുക. അത് നോക്കുമ്പോൾ ഇവർ 3 പേരും എത്രയോ ദൂരെയാണ്. ചിത്രയാണെങ്കിൽ കൺസിസ്റ്റൻസി ഇല്ല പെർഫോമൻസിൽ. 4:28 ഓടിയിട്ട് കഴിഞ്ഞ ആഴ്ച ഗുണ്ടൂരിൽ 2ാം സ്ഥാനം, ഒരു ഇന്ത്യക്കാരിയുടെ അടുത്ത് തോറ്റിട്ടുണ്ട്. പെർഫോമൻസ് ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം, പക്ഷെങ്കിൽ ഒരാളോട് തോൽക്കാൻ പാടില്ല. അതൊരു അത്ലറ്റിയുടെ നല്ലൊരു ക്വാളിറ്റി അല്ല എന്നുള്ളത് ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതല്ല ശരി, ചിത്രയാണ് ശരി എന്നൊക്കെ വാദിക്കാൻ പറ്റുമോ ഒരു ഒബ്സർവർ എന്നുള്ള നിലയ്ക്ക്? എനിക്ക് പൊളിമിക്സ് എന്തായാലും പറയുന്നത് പൂർണ്ണമായും അവിശ്വസിക്കുന്നില്ല. പക്ഷേ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിനു കൂടി അത് മനസ്സിലാകട്ടെ. PU ചിത്രയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരാളുടെയും സഹായമില്ലാതെ ഒരു സാധാരണ ഹൈസ്കൂളിൽ പഠിച്ച് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെ സഹായത്തോടു കൂടി മാത്രം പരിശീലനം നേടി ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ സ്വർണ്ണ മെഡൽ നേടുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമൊന്നുമല്ല, ചെറിയ കാര്യമല്ല. എന്നിട്ട് ഇപ്പോൾ അളവുകോൽ വച്ചിരിക്കുന്നു. മാത്രമല്ല, ഞങ്ങളോട് കേന്ദ്ര ഗവൺമെൻറ് ചോദ്യം വരുന്നു, നിങ്ങൾ കൊണ്ടുവന്ന കുട്ടികൾ എവിടെ എത്തിയില്ലല്ലോ എന്ന് പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾ മെഡൽ നേടാൻ പറ്റിയ ആളുകൾ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ എന്ന് പറയാനുള്ള അസംബന്ധം വേറെ ആർക്കും ഉണ്ടാവില്ല. അതെ, പ്രസിഡന്റ് ഇതുകൂടി കേൾക്ക്. നമ്മൾ ചില കാര്യങ്ങൾ, കാരണം ചിത്ര സ്പോർട്സ്മാൻ ആണ്, ഒരുപാട് കഴിവുള്ള കുട്ടിയാണ്, അവൾ സ്പോർട്സിൽ ഇനിയും ചെയ്യേണ്ടതാണ്. അപ്പം അതിനൊക്കെ ആ കുട്ടീനെ നമ്മൾ ചെയ്യുന്നത് സ്നേഹിച്ച് കൊല്ലരുത്. നിങ്ങൾ സ്നേഹിച്ച് കൊല്ലുന്ന ദോഷമാണ്. ചെയ്യരുത്, അതുമാത്രം ചെയ്യരുത്, സ്നേഹിച്ചു കൊല്ലരുത്. അതാണ് പറഞ്ഞത്, പ്രോപ്പറായിട്ട് പഠിക്കണം. തെറ്റുണ്ടോ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ, പക്ഷെ നിങ്ങൾക്ക് ആരെയും കിട്ടിയില്ല, കിട്ടിയുള്ള വേത്തം കൊണ്ട് ചാർത്തി കൊടുക്കും. അവസാനം എല്ലാം കിട്ടിയപ്പോൾ PT വിഷയം. അതും ചെയ്യരുത്. മാധ്യമങ്ങൾ കേരള പോലീസ് ആകരുത്. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടരുത്. എല്ലാം കിട്ടിയവൻ്റെ തലയിൽ ചാർത്തരുത്. ഒരു നല്ല ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. 23-ാം തീയതി വരെ കേരളത്തിലെ ആർക്കും ടീമിന് പുറത്താണ് PU ചിത്ര എന്നത് അറിഞ്ഞിരുന്നില്ല. ഇത് ഗുരുതര വീഴ്ചയാണ്. സ്പോർട്സ് കൗൺസിലിനെ അറിയിച്ചില്ല എന്നത് ഗുരുതര വീഴ്ചയാണ്. അങ്ങനെ അറിയിച്ചിരുന്നെങ്കിൽ ജനങ്ങളെ അണിനിരത്തി ഈ മാനദണ്ഡങ്ങളൊക്കെ മാറ്റുമായിരുന്നല്ലോ. എന്തായാലും ഒരാശ്വാസമുണ്ട്. ചിത്ര അനാഥമായി പോകുന്നില്ല. മുഖ്യമന്ത്രിയുമായും സ്പോർട്സ് മിനിസ്റ്ററുമായൊക്കെ ചർച്ച ചെയ്തിട്ട് ചിത്രയെ നമ്മൾ ദത്തെടുക്കും. ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ ഒരു സൈഡിൽ ഞാനും ഇരുന്നിട്ടുണ്ട്. അത് ഇരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെലക്റ്റഡ് ഈ നോംസിൻ്റെ ഉള്ളിൽ നിന്നിട്ട് സെലക്ഷൻ അർഹതപ്പെട്ട കുട്ടികളെ ആരെയും തഴയുന്നുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാം എന്നുള്ളത് കൊണ്ട് ഒരു സൈഡിൽ ഞാൻ ഇരുന്നിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. അത്രയേ ഉള്ളൂ. ഉഷ ചേച്ചി ആ സെലക്ഷൻ കമ്മിറ്റിയുടെ സൈഡിലെങ്ങാനോ ഇരുന്നിട്ടേ ഉള്ളൂ. അതിനാണ് ഈ പുകിലൊക്കെ. ഇപ്പോൾ ഞങ്ങളൊക്കെ അഭിപ്രായത്തിൽ അത്ലറ്റിക്സിൽ ഒരു സെലക്ഷൻ കമ്മിറ്റിയെ ആവശ്യമില്ല. കാരണം ഒക്കെ ഓപ്പണാണ്. ഒരു കുട്ടി എത്ര അളവിൽ ചാടുന്നു, ഒരു കുട്ടി എത്ര സമയം കൊണ്ട് ഓടിയെത്തുന്നു, അത് ഫോട്ടോ ഫിനിഷ് അടക്കം വെച്ചിട്ടുള്ള റെക്കോർഡാണ്. ആ റെക്കോർഡ് നോക്കി അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനേ ഉള്ളൂ. പിന്നെ കൂലങ്കഷമായി ചർച്ച ചെയ്യുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയൊന്നും അത്ലറ്റിക്സ് ആവശ്യമില്ല.
ഇനിയൊന്നും ഉഷച്ചേച്ചിക്ക് വിശദീകരിക്കാനില്ലെന്നാണ് തോന്നുന്നത്. അല്ല, എന്തോ ഉണ്ട്. അവിടെ ഇരിക്കുന്നത് പിന്നെ പ്രസിഡന്റും ഗുരുവച്ചൻ്റെ എന്താവേ പ്രവീൺ ജോളിയൊക്കെ നല്ലോണം ഒബ്ജക്റ്റ് ചെയ്ത. പ്രവീൺ ജോളിയൊക്കെ ഇതിൽ ഭയങ്കരമായിട്ട് സ്പോർട്സ്മാനാണ് പണ്ടത്തെ. അവരൊക്കെ കംപ്ലീറ്റ് ഇതിന് ഒബ്ജക്റ്റ് ചെയ്യുന്നു. ഇതൊന്നും എക്സ്പോഷർ ട്രിപ്പ് അല്ല എന്നുള്ളതാണ് അവരൊക്കെ അഭിപ്രായം. പിന്നെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ വരെ. ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും വിവാദം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഈ എൻ്റെ കാര്യം കൃത്യമായിട്ട് പഠിക്കാതെ എന്നെ ക്രൂശിക്കാൻ നിൽക്കണ്ട. അതിൽ ദൈവം നിങ്ങൾ 100% ശിക്ഷിച്ചിരിക്കും, സംശയം വേണ്ട. ഇല്ലില്ല, ഇല്ലേ ഇല്ല. ദൈവകോപത്തിൻ്റെ ഒരു കണിക പോലും ഏൽക്കാൻ പൊളിമിക്സിന് താല്പര്യമില്ല. അതുകൊണ്ട് രംഗം വിടുന്നു. നാളെ വീണ്ടും കാണാം.